ലൈഫ് വിത്ത് സുധ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 5 വർഷം ഒരു ചാനൽ കൊണ്ട് നടന്നിട്ട് 4000-ന് മേളിൽ സബ്സ്ക്രൈബേഴ്സുമായിട്ട് മോണിറ്റൈസേഷനും ആയതിനു ശേഷം മതിയാക്കിയിട്ട് പുതിയ ചാനൽ തുടങ്ങേണ്ടി വന്നൊരു ഗതികെട്ട യൂട്യൂബറാണ് കേട്ടോ ഞാൻ. 2020 ഏപ്രിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. കോവിഡ് സമയത്ത് വെറുതെ തമാശയ്ക്ക് തുടങ്ങിയൊന്നും അല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഈ ചാനൽ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചാനലൊക്കെ തുടങ്ങി വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഷോർട്സ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലായിരുന്നോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതും ഇല്ലായിരുന്നു. അങ്ങനെ പതിയെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ എവിടെ പോയാലും ചാനലുണ്ട്, പരിചയക്കാരെങ്കിലും കണ്ടാലും ഒന്ന് സബ് ചെയ്യണമെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊക്കെ ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അവരാരും പിന്നീട് എൻ്റെ വീഡിയോസ് കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ പുതിയതായിട്ട് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കാൻ പറ്റിയൊരു പാഠമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 2025 നവംബർ മാസത്തിൽ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ജെഫോടെക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ജിജോ എന്നാണ് കേട്ടോ നമ്മുടെ അഡ്മിൻ്റെ പേര്. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പാണ്. ഒരു 150-ൽ പരം യൂട്യൂബേഴ്സ് ഉള്ളൊരു ഗ്രൂപ്പായിരുന്നു. കുറേ സഹായങ്ങളുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചത്. എങ്കിലും എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് മോനാണ്. പക്ഷെ തുടങ്ങുന്ന സമയത്ത് അവനും ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. എങ്കിലും അവനെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറയും, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് ചെയ്തു തരുമായിരുന്നു. പിന്നെ കുറച്ചായിട്ട് എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചു. പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ 3000-ൻ്റെ നമ്മൾ മോണിറ്റൈസ് ആയപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം സ്വന്തമായിട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. 4000-ൻ്റെ ഇനി വലുതായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ നമ്മൾ അത് ചെയ്തപ്പോൾ ഉണ്ട് നമ്മൾ അഡ്രസ്സ് കൊടുത്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനലിൽ ഗൂഗിൾ ആഡ്സെൻസ് നമുക്ക് ആഡ് വരുന്നില്ലായിരുന്നേ. ആഡ് വരാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഡോളർ കയറുക അങ്ങനത്തെ പരിപാടികളൊന്നും വരത്തില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും കുറേ നാളിങ്ങനെ കാത്തു. അതിനിടയ്ക്ക് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെയിലിന് ഒരു റിപ്ലൈയും വന്നിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ വർത്താനം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബാണോ ആഡ്സെൻസ് ആണോ ഗൂഗിൾ ആഡ്സെൻസ് ആണോ എന്നെ ഒന്ന് നൈസായിട്ട് ചീറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുവാണ് നമ്മുടെ മെയിലിന് റിപ്ലൈ വരും, അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഇന്ന് മോണിറ്റൈസ് ആവും, നാളെ മോണിറ്റൈസ് ആവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു പരിപാടി നടക്കുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞു, എന്തിനാ ചേച്ചി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന, പുതിയൊരു ചാനൽ സൈഡായിട്ട് തുടങ്ങും, ഈ ചാനൽ എപ്പോഴെങ്കിലും മോണിറ്റൈസ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും നമുക്ക് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും 90 ദിവസം കംപ്ലീറ്റ് ആവും. ചിലർ പറഞ്ഞു 32 ദിവസം കൊണ്ട് ശരിയാവും, ചിലരൊക്കെ പറഞ്ഞു 90 ദിവസം ആവും എന്നൊക്കെ. അപ്പോൾ 90 ദിവസം വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് കേട്ടോ 90 ദിവസം കംപ്ലീറ്റ് ആയത്. എന്നിട്ട് പോലും നമ്മുടെ ചാനലൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ എനിക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമം വന്നു. കാരണം 800-ൽ പരം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 34,000 വ്യൂസ് ഉള്ളൊരു വീഡിയോയും പിന്നെ അതുപോലെ തന്നെ 25,000-ഓളം വ്യൂസ് ഉള്ള വീഡിയോയും അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ. എന്നിട്ട് പോലും നമുക്ക് ഇങ്ങനെ ഒരു അടി വന്നത് ഭയങ്കര ഒരു സങ്കടം വരുന്നൊരു കാര്യമാണ്. ഇപ്പോഴും എനിക്കറിയില്ല പിന്നെ ഈ ചാനൽ എന്താവുമെന്ന്. എങ്കിലും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ഈ ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഒറ്റ മനുഷ്യരോടും അങ്ങോട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ വൈറ്റി സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പം അതിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിക്സ് ഇൻ ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ആ ഒരു ചേഞ്ച് ഓപ്ഷൻ വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ജിജോയും പറഞ്ഞു. അപ്പം അവനും ഭയങ്കരമായിട്ട് കാര്യമായിട്ട് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നേ. എന്നെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും പറയും, ചേച്ചി ഇത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണല്ലോ. എന്നിട്ട് ഞാൻ വേറെയും ടെക് ചാനൽ നടത്തുന്നവരുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ പോയി കമൻറ്റ് ഇട്ട് എൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതിലും ഒരു റിപ്ലൈയും വന്നിട്ടില്ല.
എനിക്കൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതങ്ങ് നിർത്തേണ്ടി വന്നു. പക്ഷേ എങ്കിലും എനിക്ക് വെറുതെ ഇരിക്കാൻ എനിക്ക് എന്തോ പോലെ ആയിരുന്നേ. കുറേ കാലം മുമ്പ് തന്നെ കവിതയോടും കഥകളോടും അതുപോലെ തന്നെ ഉപന്യാസം എഴുതുന്നതിനോടും ഒക്കെ കുറേ താല്പര്യം ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കളിക്കുടുക്കയൊക്കെ വരുത്തുമ്പം അതിൽ കഥകൾ എഴുതാൻ തുടങ്ങി. കുഞ്ഞിക്കഥകൾ അതുപോലെ തന്നെ വനിതയിലും എഴുതാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്ക് കുറേ സമ്മാനങ്ങൾ കിട്ടി. ഫസ്റ്റും സെക്കൻഡ് പ്രൈസുകളൊക്കെ കുറേ കിട്ടി. പിന്നെ ഞാൻ പതിയെ വനിതയിലും ഗൃഹലക്ഷ്മിയിലും ഒക്കെ റെസിപ്പീസ് അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറേ റെസിപ്പീസൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ ഫോട്ടോയും റെസിപ്പീസും ഒക്കെ വനിതയിലും ഗൃഹലക്ഷ്മിയിലൊക്കെ പബ്ലിഷ് ചെയ്ത് തുടങ്ങി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിംഗ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് വനിതയുടെയും ഗൃഹലക്ഷ്മിയുടെ ഒക്കെ കുക്കിംഗ് കോമ്പറ്റീഷൻ വന്നപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. 2015 കേട്ടോ ഞാൻ ഫസ്റ്റ് ഒരു പാചക മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ 2016 നമ്മൾ വനിത നടത്തിയ മധുര സെൽഫി പായസം കോൺടെസ്റ്റിലെ ടൈറ്റിൽ വിന്നറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ മാതൃഭൂമിയും റോസ് ബ്രാൻഡ് ബിരിയാണിയും കൂടെ നടത്തിയ KBQ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ വലിയൊരു ബിരിയാണി കോൺടെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഡിസ്ട്രിക്റ്റ് ലെവൽ പാർട്ടിസിപ്പൻ്റ് ആയി. ഫൈനലിൽ പോകാൻ പറ്റിയില്ല. അതൊരു വിഷമം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ഫൈനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ചാനൽ കൊണ്ടുനടന്നു. പിന്നെ യൂട്യൂബ് വഴി ഞാൻ ബേക്കിംഗ് പഠിച്ചു. എന്നിട്ട് കേക്ക് ഓർഡേഴ്സും കൊടുത്തു തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നത്തില്ലായിരുന്നു. സൈഡായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ ഇടുത്തി പോലെ ഈ ചാനൽ ഇങ്ങനെ ആയത്. എൻ്റെ പഴയ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സ് എന്നായിരുന്നു കേട്ടോ ആ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ലൈബ്രറി പോലെ വേണമെങ്കിൽ ആ ചാനൽ വെച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അത് എന്തെങ്കിലും മോണിറ്റൈസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് ഫ്രണ്ട്സ് പറയുന്ന ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അതിലിടാൻ പറഞ്ഞു. ഇപ്പം അതിൽ വൈറ്റി സ്റ്റുഡിയോ കയറി നോക്കുമ്പം നമ്മുടെ ആരോ മാർക്കൊക്കെ താഴോട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചാനലാണ് കേട്ടോ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ചാനലിൽ മെയിനായിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോസ്, എനിക്കറിയാവുന്ന റെസിപ്പീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പാട്ടിനോട് അഗാധമായൊരു പ്രണയം തന്നെ എനിക്കുണ്ട് കേട്ടോ. ഇപ്പം പാട്ടില്ലാതെ തന്നെ എനിക്കൊരു ജീവിതം തന്നെയില്ല. അപ്പം അതും ഇടയ്ക്കിടയ്ക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും വേണം. എന്നും ഒരു നല്ലൊരു ഫ്രണ്ടിനെ പോലെ എന്നെ കാണണം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.